ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ലേസി സാറ്റർഡേ മോർണിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് നൂഡിൽസും സോസേജും മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്തായാലും ഒരു ചായ രാവിലെ തന്നെ കുടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ രാവിലത്തേനൊരു ഗുമ്മ് കിട്ടില്ല. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നൂഡിൽസ് വേണ്ടവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആളാണ് ഫസ്റ്റ് ഇവിടെ എത്തിയത്. അപ്പോൾ അവനാണ് നൂഡിൽസിൻ്റെ ആൾ കേട്ടോ ഇന്ന്. അപ്പോൾ നൂഡിൽസൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ഇത് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. അപ്പം ആദ്യ ദിവസം ചെറിയ മോനെയും കൊണ്ടുവന്നു, ഇപ്പോൾ രണ്ടാമത്തെ ആൾ കൊണ്ടുവന്നിരിക്കും. ഈ ഒരു വൈറൽ ടൈമിൽ എല്ലാവർക്കും ഈ ഒരു ദിവസം ഒരാളാണെങ്കിൽ അടുത്ത ദിവസം മറ്റാളെയും കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ മോനിക്ക് കുറേ നാളായിട്ട് ഒരു ചുമയുണ്ട്. ആ ചുമ രാത്രി ആകുമ്പോൾ നല്ല കൂടുതൽ വരും. അപ്പോൾ ഒരു ശ്വാസം മുട്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യൽ. അപ്പോൾ ഇതൊരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴൊന്നും ഒരു ഇത് കിട്ടിയില്ല, എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ നമ്മൾ ഇന്നിവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു അലർജി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് AEC എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയിട്ടോ. നല്ല അലർജി ഇവനുണ്ടായിരുന്നു കേട്ടോ. ഒരു ഏകദേശം നോർമലായിട്ട് ഒരു 440 വരെയാണ് വേണ്ടത്. ഇവനാണെങ്കിൽ അത് 750 ഉണ്ട്. പിന്നെ അവൻ്റെ CRP ലെവലും കൂടുതലായിരുന്നു, 4.7 ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഒന്ന് നെബുലൈസേഷനും കൂടി പിടിക്കാം. നെബുലൈസേഷൻ ഇനി പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ടൈമിൽ മാത്രം അവന് കഫക്കെട്ടുള്ളതുകൊണ്ട്. ഡോക്ടർ പറഞ്ഞു മെയിൻ ഇവൻ്റെ പ്രശ്നം അലർജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു 5 ഡേയ്സിനുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ബെറ്റർ അല്ലെങ്കിൽ നമുക്കൊരു IgE ടെസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടി ചെയ്യേണ്ടി വരും. ഇൻഷാ അല്ലാഹ് 5 ദിവസത്തിനുള്ളിൽ മാറുമെന്ന് വിശ്വസിക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ അടുത്തുള്ളൊരു ഫാൻസി ഷോപ്പിൽ വന്നതാണ്. നമ്മൾ ഹോസ്പിറ്റലിലെ സമയത്ത് മൂത്ത ആളും ചെറിയ ആളും കൂടി ഇവിടെ കയറിയിട്ട് 2 മോതിരം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനും അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. എന്നിട്ടിപ്പോൾ ഇവിടുന്ന് ഞാൻ 2 മെഹന്തി കോൺ എടുത്തു, പിന്നെ 2 കീ ചെയിൻ വാങ്ങിച്ചു. ഇവിടെ ഈ ഷൂ കീ ചെയിൻ കണ്ടപ്പോൾ ഇവൻ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് ഈ കീ ചെയിൻ നമ്മൾ വീടിൻ്റെ കീൻ്റെ മേലെ ഇടാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനൊരു അൽനാസർ ക്ലബിൻ്റെ ഒരു കീ ചെയിനും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് നമ്മളൊരു വളരെ ചെറിയൊരു വ്ളോഗായിരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും നടന്നിട്ടില്ല. വീട്ടിൽ അത്യാവശ്യം പണികളുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. വേറെ പുറത്തധികം കറങ്ങി നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ അവൻ അവിടെ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം ആ ഫാൻസി ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ, അല്ലെങ്കിൽ ആ കട മൊത്തം ഇവർ വാങ്ങിക്കും. അങ്ങനെ പിന്നെ ഞാൻ നേരെ ഇവരെയും കൂട്ടി ഇറങ്ങിയിട്ട് നമ്മളൊരു ടൈലർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഇവിടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കൊന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്താ പറയുക, പിന്നെ ചെറിയ ആൾ ഭയങ്കര വഴക്കായി. അപ്പം പിന്നെ വേറെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് കരുതി ഷോപ്പ് കയറിയില്ല. അങ്ങനെ പിന്നെ വേഗം വീട്ടിലേക്ക് തന്നെ പോയി. അപ്പം ഇവർക്ക് 2 പേർക്കും വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർക്ക് മെഡിസിൻ കൊടുക്കലും പിന്നെ അന്നത്തെ ദിവസം പെട്ടെന്ന് തന്നെ എല്ലാം തീർന്നു. നമുക്ക് ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സാറ്റർഡേ ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു വിശേഷങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ.